നമസ്കാരം, ഹാപ്പി ട്രാവലിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എവിടെ നിൽക്കുന്നത് നോക്കി, ഒരു സ്വർഗത്തിന് നടക്കുകയാണ്. എൻ്റെ ചുറ്റും കണ്ടില്ലേ, ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞ് ഫുള്ള് കോടയും കയറി. അപ്പോൾ ഏതാ സ്ഥലം എന്നല്ലേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ ഫസ്റ്റ് ഇട്ട വീഡിയോ, എൻ്റെ സെക്കൻഡ് വീഡിയോ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടായിരുന്നു. കോട്ടയം ഇടുക്കി ബോർഡറിലായിട്ട് നിൽക്കുന്ന ഒരു ഹയസ്റ്റ് പീക്കാണ്. ഈ സ്ഥലത്തിൻ്റെ പേരിലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, സൗബിനക്കള്ള്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ധാരാളം ഇടിമിന്നലൊക്കെ ആയിട്ട് ആളുകൾ മരിക്കുന്ന സ്ഥലം, ആ മറ്റേ ട്രെയിനിൻ്റെ ഷേപ്പിലുള്ളൊരു ബിൽഡിങ്ങും, അവിടെ മറ്റേ ഇടി വെട്ടുന്ന സമയത്ത് മറ്റേ ഉണങ്ങിയ കമ്പൗണ്ട് മാത്രമേ സ്വിച്ചൊക്കെ ഇടൂ. നീ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ വന്നേക്കുന്നത് ലവീഴ പൂഞ്ചിറയാണ്. ചുമ്മാ വന്നതല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ ഫീൽഡ് ട്രിപ്പായിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് പഠിത്തവും കുറച്ച് സൈറ്റ് സീയിങ് അങ്ങനെയാണ് വന്നത്. പിള്ളേരെല്ലാവരും ഉണ്ട്. അപ്പോൾ ചെറിയൊരു മഴ കിട്ടി. അപ്പോൾ നമുക്ക് ഫുള്ളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ആ ഒരു വീഡിയോയുടെ വിശദമായ ഒരു വിശേഷങ്ങളൊക്കെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പിള്ളേരൊക്കെ ഉണ്ട്, ഫുൾ സെറ്റാണ്. ആ ഒരു വെതർ നോക്കിയ ചുറ്റും ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് ലവീഴ പൂഞ്ചിറയുടെ വിശേഷങ്ങളുണ്ടാലോ. സമയം അപ്പോൾ 6:05 നമുക്ക് പോകാനുള്ള MG യൂണിവേഴ്സിറ്റിയുടെ ബസ് വന്നേക്കാണ്. എന്ത് തോന്നുന്നു മിസ്റ്റർ അദിയാൻ, എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? വളരെ സന്തോഷം തോന്നുന്നു. അക്ഷയ്, റോബിൻ സാർ, ഈ ഒരു അവസരത്തിൽ എന്ത് പറയാൻ തോന്നുന്നു? വളരെ സന്തോഷം. സമയത്ത് രാവിലെ 7 മണിക്ക് ഫുഡ് കഴിക്കേണ്ട ഒരു അവസ്ഥ അല്ലേ. അപ്പം പറഞ്ഞിട്ടുണ്ട്, കറി വരട്ടെ എന്നിട്ട് കഴിക്കാം. അപ്പം നമ്മളത് അപ്പം പൊറോട്ടയ്ക്ക് അടിക്കാൻ പോവാണ് രാവിലെ തന്നെ. ചിലരുടെയൊക്കെ ആത്മാർത്ഥത ഉണ്ടോ? അപ്പൊ നമ്മളിത് ആ ഒരു വണ്ടികളൊക്കെ വരുന്ന ഒരു പോയിന്റ് വരെ എത്തിയേക്കാണ്. ആ ഒരു വെതർ നോക്കി ഫുൾ കോട്ടൊക്കെ ആയിട്ട് ഫുൾ സീൻ സെറ്റ്. എന്തായില്ല അത് സൺഡർബോൾ ഹായ് പറഞ്ഞോളൂ, പാർവതി ഹായ് പറഞ്ഞോളൂ. ഇവരൊക്കെ വ്ളോഗിൽ ആദ്യമായിട്ട് വരുന്നവരാണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ ഗായ്സ്. അന്ധനായ ഒരു യുവാവിനെ മല കയറാൻ സഹായിക്കുന്ന ഒരു യുവതിയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ യുവതിക്കാവട്ടെ ഒരാളേക്കും സീൻ. ആ ഒരു മൊത്തത്തിലെ വെതർ നോക്കി ഫുൾ കോട കയറി, രക്ഷയില്ല, പൊളി. അപ്പൊ നമ്മളാ ഒരു ബസ് വരുന്ന പോയിന്റ് വരെ വന്നിട്ട് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം നടന്ന് കയറാനുണ്ട്. അടിപൊളി. ആ ഒരു കോട കയറി ഒരു ടൈം നോക്കി രാവിലെ ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഫുൾ സെറ്റാണ്. അപ്പോൾ ഏതാണ്ടൊരു കുറച്ച് ദൂരം നടക്കാനുണ്ട് ഇവിടുന്ന്. ഏതാണ്ട് ഒരു 1200 മീറ്റർ എൻ്റെ സമുദ്രനിരപ്പിൽ ഉയരത്തിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നില്ല, ലവീഴ പൂഞ്ചിറ. അപ്പോൾ പിള്ളേരൊക്കെ ഫുൾ സെറ്റാണ്. എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് കണ്ട ഒരു ഹലോ പറയുന്ന ചാനലിൽ. യെസ്, ആള് ഡാൻസറാണ്, വൺ ഡാൻസറാണ്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ കോറിയോഗ്രാഫി ചെയ്യാനും നമ്മുടെ വ്യൂവേഴ്സ് വേണ്ടി സ്റ്റെപ്പ് ഇട്ടെ. ഓക്കെ, സെറ്റ്. നമ്മളപ്പോൾ ഇങ്ങനെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കണം. മറ്റേ പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനൊക്കെ ഇല്ല, ആ ഒരു ഭാഗത്തേക്ക് ഭയങ്കര വിസിബിലിറ്റി കുറവാണ്. കുറച്ചൊരു ഏതാനും മീറ്റേഴ്സ് മാത്രമേ ഫ്രണ്ടിലേക്ക് കാണുള്ളൂ, അങ്ങനത്തെ അവസ്ഥയാണ്. നമ്മളപ്പോൾ നടന്ന് അതിൻ്റെ മേളിലെത്താറായി. ഇതിന് ചുറ്റും കണ്ടില്ലേ, ഒരു സ്വർഗത്തിലെത്തിയ ഫീലാണ്. ഫുള്ള് കോട കയറി നല്ല അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ഒരു ലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ഇടുക്കി ബോർഡർ ആ ഭാഗത്തൊക്കെ ആയിട്ട് വരുന്നൊരു ഹയസ്റ്റ് പോയിൻ്റാണ് ഈ ഒരു ഭാഗത്തെ. ഏതാണ്ട് 1200 മീറ്ററോളം ഉയരമുണ്ട് ഈ ഒരു സ്ഥലത്തിന്. അത് ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. 1200 മീറ്ററാണ്. സോ നമ്മൾ ഭയങ്കര ഒരു ഹൈ പോയിന്റിലാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഇടി വെട്ടാൻ സാധ്യതയൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ കാർമികങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇങ്ങോട്ട് വരുന്ന ഒഴിവാക്കുക. കാരണം കരിഞ്ഞു പോകും, ബാർബക്യൂ ആയി പോകും. സോ അത് നിങ്ങൾ നോക്കണം. അപ്പോൾ ആ ഒരു ലവീഴ പൂഞ്ചിറ സിനിമയൊക്കെ ഇറങ്ങിയില്ല, സൗബിനെ വെച്ച്. അതിൽ കാണിക്കുന്നുണ്ട് ഇവിടെ വരുന്ന ഒരാൾക്ക് ഇടിമിന്നലേറ്റ് മരിക്കുന്നതൊക്കെ. അതിവിടെ പണ്ട് ശരിക്കും ഉണ്ടായിരുന്നതാണ്. പണ്ട് വരണമെങ്കിൽ ആ ഒരു വയർലെസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ട്രെയിനിൻ്റെ ബോഗിയായിരുന്നു, അങ്ങനത്തെ ഇതായിരുന്നു. അപ്പം മറ്റേ ഉണക്ക കമ്പൊക്കെ വെച്ച് തൊടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു, പ്ലഗൊക്കെ. പക്ഷേ ഇപ്പോൾ പിന്നെ പുതിയ ബിൽഡിംഗ് ഒക്കെ വന്ന് ഫുള്ള് മറ്റേ ലൈറ്റിനിങ് കണ്ടക്ടേഴ്സും പരിപാടിയൊക്കെ ഉണ്ട്. സോ
ചെറുതായിട്ട്. അപ്പൊ എന്തായാലും ഇത്രയും പറഞ്ഞു നിർത്തുക. അപ്പൊ എന്തായാലും നിങ്ങൾ എപ്പോഴേലൊക്കെ വന്നു നോക്കി ഇങ്ങോട്ട്. അടിപൊളി സ്ഥലമാണ്. നമ്മളപ്പോ ഇവിടെ ടോപ്പ് ഓഷിറ്റ് റീഡ് ചെയ്യാൻ പഠിക്കാണ്. അങ്ങനെ നമ്മൾ മറ്റേ ടോപ്പ് ഓഷിറ്റൊക്കെ വായിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്നൊരു മഴ വന്ന് എല്ലാവരും കൊട്ടയൊക്കെ പിടിച്ച് ഇതേ ഒരു ഹായ് പറഞ്ഞേക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോടയൊക്കെ ഒന്ന് ഇറങ്ങി മഴയൊക്കെ പെയ്തപ്പോൾ കോടയൊക്കെ ചെറുതായിട്ടൊന്ന് ഇറങ്ങി ആ ഒരു വ്യൂ ഒക്കെ റെഡി ആയി വരും. നോക്കി എന്ത് രസാലേ, അടിപൊളി. നമ്മളേതായാലും എന്ത് അവിടെ നിന്ന് തിരിച്ചിറങ്ങി. നൈസ് മഴയാണ്. പിള്ളേരൊക്കെ നടന്നു തുടങ്ങി. യുത്തുബേബൊക്കെ ഇതേ പകുതി നനഞ്ഞ് നിൽക്കുന്നുണ്ട് ഇവിടെ. എന്ത് തോന്നുന്നു, മഴ ചതിച്ചില്ലേ? അപ്പം നമുക്ക് തമ്മിൽ അങ്ങനെ ഇടാം, മഴ ചതിച്ചു ഗൈസ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഭാഗത്തൊക്കെ നോക്കി ഇതൊന്നും പിടിച്ചണം. ആ ഒരു ഭാഗത്തൊക്കെ നോക്കി എന്ത് രസമാണ് വ്യൂ വരുന്നത്. അടിപൊളി. പാട് 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 പാടറാ പാടറാ. ഞാൻ മഴ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്റെ മോന വ്യൂ നോക്കിയ ഒരു രക്ഷയില്ലാട്ടോ. അപ്പൊ നമ്മളിത് ആ മേളിൽ നിന്നാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. നമ്മുടെ പിള്ളേരൊക്കെ ഇത് അവിടെ ഉണ്ട്. ദേ ജ്യോതി മിസ്സല്ലേ മിസ്സേ നോക്കിയപ്പോ. അപ്പോ ഇതാണ് നമ്മുടെ ശ്രീലക്ഷ്മി മിസ്. മിസ്സേ നമ്മുടെ ബാച്ചിന് പുതിയ എന്തോ കോഴ്സ് ഒക്കെ തുടങ്ങി കേട്ടല്ലോ. അതെ, നമ്മുടെ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് സർവേയിങ് ആൻഡ് ഡ്രാഫ്റ്റിംഗ്. അതിന്റെ ഫസ്റ്റ് ബാച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എല്ലാവരും അറിഞ്ഞു കാണുന്നിരിക്കുന്നു. നമ്മുടെ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ സ്കൂൾ ഓഫ് എൻവയോൺമെന്റ് സയൻസിന്റെ കീഴിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഹാപ്പി ട്രാവലിംഗ് സബ്സ്ക്രൈബേഴ്സിന് 50% ഓഫ് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ പിള്ളേരൊക്കെ താഴെ എത്തി. നമ്മൾ മാത്രമാണ് ഏറ്റവും പുറകിലിട്ട്. നമ്മളെ ലാസ്റ്റ് വേറെ ഒന്നും കൊണ്ടല്ല. കീർത്തിവേനും ഇന്നലെ ഭയങ്കര വാള് വയ്ക്കലും വയറിളക്കം ആയിരുന്നു. ജോർജിന് കൊടും വയറിളക്കം, വെള്ളം പോലെ പോയെന്നൊക്കെ പറയുന്നത്. എത്ര വട്ടം പോയടാ? 6 7 എന്നിട്ട് അപ്പോൾ രാവിലെ വളരെ ലഘുഭക്ഷണമൊക്കെയാണ് അവർ കഴിച്ചത്. അപ്പോൾ അവർ റിസ്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അവർ പയ്യെ നടക്കുന്നുള്ളൂ. കണ്ടില്ലേ, അടി വെച്ച്. അതുകൊണ്ടാണ് നമ്മൾ പുറകിലായി പോയത്. അപ്പോൾ ഗൈസ് ഞാൻ ദേ കൊടയൊക്കെ പിടിച്ച് മഴയത്ത് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പണിപ്പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് പറയാം. പക്ഷേ ഈ ഒരു മഴ പെയ്തുകൊണ്ട് നല്ലൊരു തണുപ്പും കോടയൊക്കെ വന്നിട്ടുണ്ട്. സോ വിഷമമൊന്നുമില്ല. എന്നാലും വിചാരിച്ച പോലെ വീഡിയോ കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പിള്ളേർക്ക് ഇതേ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ മീൻസ് നമ്മൾ അടുത്ത സ്പോട്ടിൽ പോകുന്നുണ്ട്. അടുത്ത നമ്മൾ ഇവിടുന്ന് വാഗമണിക്കാണ് പോകുന്നത്. ഫീൽഡ് വിസിറ്റൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ആക്ച്വലി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അറിയില്ല, ഞാൻ GAS എന്ന് പറഞ്ഞൊരു കോഴ്സ് ആയിരുന്നു, ജിയോ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഫീൽഡ് ട്രിപ്പാണിത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇങ്ങനെ മാപ്പ് റീഡിങ്, അതുപോലെ പല എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുക, സർവേയിങ്, അങ്ങനത്തെ പരിപാടികളിലൊക്കെയാണ് ഫീൽഡ് ട്രിപ്പിൽ വരിക. ലാൻഡ് സ്ലൈഡ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ പോയി വിസിറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇലവില പൂഞ്ചിറ വന്നത്. അപ്പോൾ ഞാൻ മറ്റേ ടോപ്പ് ഷീറ്റ് റീഡ് ചെയ്യുന്ന ഒരു സെക്ഷൻ കാണിച്ചില്ല. അത് കഴിഞ്ഞിട്ട് 2-3 ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പുറത്തെടുത്തതും മഴ തുടങ്ങി. അപ്പോൾ അത് നേരെ തിരിച്ചുള്ളിൽ കയറ്റി. അപ്പോൾ നമ്മളതൊന്നും ചെയ്തില്ല. ആ ഒരു കാര്യത്തിൽ വിഷമമുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളത് തിരിച്ചിറങ്ങാറായി. ഇതാ ഒരു പാർക്ക് ചെയ്ത സ്ഥലമില്ലേ, ബസ് പാർക്ക് ചെയ്ത് അവിടെ എത്താറായി. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ പോകുന്ന വാഗമൺ സൈഡിലേക്കാണ്. വാഗമൺ എവിടെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അടുത്ത ആഴ്ച ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. വാഗമണിലെ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എനിക്കറിയാം വിചാരിച്ച പോലെ ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല മഴ കാരണം. പക്ഷേ അടിപൊളിയായിട്ട് കവർ ചെയ്തൊരു വീഡിയോ, എൻ്റെ സെക്കൻഡ് വീഡിയോ എൻ്റെ ചാനൽ. അത് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ആ ഒരു ലിങ്ക് കയറി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇലവില പൂഞ്ചിറയുടെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. ഇൻസ്റ്റയിലോ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തില്ല. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലൊക്കെ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിന് ഞാൻ തന്നെയൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ അറിഞ്ഞാലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇമ്പ്രൂവ് ചെയ്താലല്ലേ ചാനലൊരു ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുക ജെന്യുവനായിട്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. കണ്ടോ, നമ്മൾ താഴെ എത്തിയപ്പോൾ മഴ കുറഞ്ഞു കോപ്പ്. എന്തായാലും ആ ഒരു കോടയൊക്കെ കിട്ടിയാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നേരെ വാഗമണിക്ക് വിടട്ടെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇട്ട് കാണാം. നേരക്കും ബൈ ബൈ.